ഹായ്, നമസ്കാരം. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണോ എന്ന ചോദ്യമാണ്, അതിനെന്ത് തെളിവുണ്ട് എന്ന ചോദ്യമാണ് ചിദംബരം, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ പ്രതിപക്ഷത്തിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായ ചിദംബരം ചോദിച്ചു. നോക്കുക, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ചോദ്യം എത്രമാത്രം മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇഫക്റ്റ് ഉണ്ടാക്കും എന്നത് ഈ നേതാക്കന്മാർ അറിയുന്നില്ല. എന്തായാലും ചിദംബരം ചോദിച്ചത് തെളിവുണ്ടോ എന്നാണ്. ഈ പഹൽഗാമിൽ നിന്നും അല്ലെങ്കിൽ പഹൽഗാമിൽ കൊലപ്പെടുത്തിയ വെടിവെക്കാൻ വന്ന ആ തീവ്രവാദികളായവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്നോ എന്ത് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചിദംബരം സംസാരിക്കുന്നു എന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ പാർലമെന്റിൽ ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതും ഈ വിശദീകരണം നടക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അമിത്ഷാ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ ഇതാ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ പഹൽഗാമിൽ വന്ന ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്നും അവിടെ പങ്കെടുത്തവർ, അവിടെ പഹൽഗാമിൽ പങ്കെടുത്തവരെ തന്നെയാണ്, അവിടെ 26 ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊന്ന കശ്മലന്മാരായ ഭീകരന്മാരെ തന്നെയാണ് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം വധിക്കാനായെന്നും അവരെ 3 പേരെയും വധിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. ആ വിവരങ്ങൾ വന്ന വാർത്തകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. അതായത് പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരരെ തന്നെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സുരക്ഷാ സേന വധിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. അതായത് കൊല്ലപ്പെട്ട സുലൈമാൻ ഷാ, അഫ്ഗാനി, ജിബ്രാൻ എന്നിവർ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണെന്ന് സുരക്ഷാ സേന സ്ഥിരീകരിച്ചുവെന്ന് അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ഊഹാപോഹങ്ങൾ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പറയാനും കഴിയില്ല. ബൈസരൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയവരിൽ ഈ 3 പേരും ഉണ്ടായിരുന്നു. അവർ കൊല്ലപ്പെട്ടു എന്ന് പാർലമെന്റിനോട്, രാഷ്ട്രത്തോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെന്റിൽ നിന്ന് അമിത്ഷാ പറഞ്ഞതാണ്. ഓപ്പറേഷൻ മഹാദേവിലെ വിജയത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ചെയ്തു അദ്ദേഹം ഈ വിശദീകരണത്തിനിടയിൽ തന്നെ. ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഭീകരവാദികൾ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിരുന്നു. അവരെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാനുള്ള സർവ്വ നടപടികളും എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറി പോകാൻ, രക്ഷപ്പെടാൻ കഴിയാതെ പോയി. മെയ് 22-ന് ശ്രീനഗറിന് സമീപമുള്ള ദാച്ചിഗാമിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയും കരസേനയും ഭീകരവാദികളും ആശയവിനിമയം നടത്തുകയും നിരീക്ഷിക്കാനുള്ള നടപടിയെടുക്കുകയും ചെയ്തു. ജൂലൈ 22-ന് ഈ ഭീകരവാദികളുടെ ഒളിത്താവളത്തിന്റെ കൃത്യമായ സ്ഥലം തിരിച്ചറിഞ്ഞു. തുടർന്ന് സൈന്യവും CRPF-ഉം ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് സംയുക്തമായി നടത്തിയ ദൗത്യത്തിലൂടെ 3 ഭീകരവാദികളെയും വധിച്ചു എന്നതാണ് അമിത്ഷാ പറയുന്നത്. സാധാരണക്കാരെ കൊലപ്പെടുത്തിയ 3 ഭീകരരെ നമ്മൾ വധിച്ചു എന്ന് അദ്ദേഹം വീണ്ടും പാർലമെന്റിൽ ഉറപ്പിച്ച് തന്നെ പറയുന്നു. സാധാരണക്കാരെ കൊലപ്പെടുത്തിയവർ അവര് സൈനികരോ മറ്റൊന്നുമല്ല, പോലീസുകാരോ ഒന്നുമല്ല, അവിടെ അവധി ആഘോഷിക്കാൻ വന്നവരാണ്. അവരെയാണ്, നിഷ്കളങ്കരായ സാധാരണക്കാരെയാണ് ഈ മനുഷ്യത്വമില്ലാത്ത അവരുടെ ജാതി ചോദിച്ചുകൊണ്ട്, അവരുടെ മതം ചോദിച്ചുകൊണ്ട് അവരെ വെടിവെച്ചു കൊന്നത് എന്നത് നമ്മൾ ഓർക്കേണ്ട വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. അമിത്ഷാ പറയുന്നുണ്ട്. സുരക്ഷാ സേന വധിച്ച ഭീകരരെ ശ്രീനഗറിൽ കൊണ്ടുവന്നിരുന്നു. NIA അറസ്റ്റ് ചെയ്തവർ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനു പുറമെ കൊല്ലപ്പെട്ട ഭീകരവാദികൾ, NIA നേരത്തെ തന്നെ പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവര് ഈ മൃതദേഹം കണ്ടിട്ട് അത് അവർ തന്നെയാണ് എന്നവര് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പറയുന്നത്. കൊല്ലപ്പെട്ട ഭീകരവാദികളിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഇവ പഹൽഗാമിൽ ഉപയോഗിച്ചതാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും നമ്മൾ പ്രധാനം. അത് അവരുടെ കയ്യിൽ നിന്ന് കുറെ ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ എന്തൊക്കെയാണ്? 2 AK-47, ഒരു M9 എന്നീ റൈഫിളുകളാണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത്.
ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അടിയന്തര പ്രധാനത്തോടെ പ്രത്യേക വിമാനത്തിൽ ഈ തോക്കുകൾ എത്തിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടയും പഹൽഗാമിൽ ഭീകരാക്രമണത്തിന്റെ ഇരകളുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത വെടിയുണ്ടകളും ഒരേപോലെയുള്ളവയായിരുന്നു. അങ്ങനെയാണ് ഈ 3 തോക്കുകളും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചവയാണെന്ന് തെളിഞ്ഞത്. ഇതാണ് അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ മറുപടികൾ, ചുട്ട മറുപടികൾ തന്നെയാണ് അമിത്ഷാ ഈ പാർലമെന്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഉയർന്ന കോൺഗ്രസ് നേതാക്കളെ പലരെയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഗഗോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം എന്തിനാണ് നിങ്ങൾ പല പ്രാവശ്യവും ഈ പാകിസ്ഥാനിലേക്ക് പോയത്, ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് നിങ്ങൾ കുറെ കാലം പാകിസ്ഥാനിൽ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് എന്തിനു നിങ്ങൾ പോയി എന്നൊക്കെ അമിത്ഷാ ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായ കുറിക്കൊള്ളുന്ന തരത്തിലുള്ള മറുപടി തന്നെയാണ് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ സാധാരണ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ അവർക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മറുപടി കേൾക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോകുന്നതാണ് പതിവ്, സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ചോദ്യങ്ങൾ കുറെ ചോദിക്കുക. അതായത് ബാലാക്കോട്ട് ആക്രമണം നടന്നപ്പോൾ അവിടെ അതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചവരാണ് ഇവർ. ഈ തെളിവ് ചോദിക്കുന്നത് പാകിസ്ഥാനാണ് തെളിവ് ചോദിക്കേണ്ടത്. നിങ്ങൾ ബാലാക്കോട്ട് ആക്രമിച്ചിട്ടില്ല, അവിടെ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്ന പാകിസ്ഥാനാണ്. അതേ ചോദ്യം പാകിസ്ഥാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മുടെ പാർലമെന്റിൽ, നമ്മുടെ പുറത്തും അകത്തുമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എം പിമാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ വിമാനങ്ങൾ പലതും തകർന്നിട്ടുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് പറയാത്തതാണ്. ആ വിമാനങ്ങൾ, തകർന്ന വിമാനങ്ങളുടെ എണ്ണം വേണം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രതിപക്ഷ നേതാവ് പോലും ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കുമ്പോൾ ഈ ഉത്തരം ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അത് പാകിസ്ഥാന് തന്നെയല്ലേ? അതാ ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു തമാശയായിരുന്നു എന്ന് പോലും ഒരു കോൺഗ്രസ് എം പി വിളിച്ചു പറയുകയുണ്ടായി. ഈ വാർത്തകളെല്ലാം ഇങ്ങനെ കോൺഗ്രസ് എം പി പറഞ്ഞ ഈ പ്രസ്താവന പാകിസ്ഥാൻ ഗവൺമെന്റും പാകിസ്ഥാൻ മാധ്യമങ്ങളും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വിമാനങ്ങൾ തകർന്നു എന്നുള്ള കണക്കുകൾ അവർക്ക് വേണം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. അപ്പൊ ഈ കോൺഗ്രസ് ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കോൺഗ്രസ് ഇനിയും ഇന്ത്യൻ ജനതയുടെ ഇപ്പോഴത്തെ വികാരങ്ങളും അവരുടെ ചിന്തകളും മനസ്സിലാക്കാൻ കഴിയാതെ, പൾസ് മനസ്സിലാക്കാതെ കോൺഗ്രസ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പാർലമെന്റിൽ സാധാരണ ഇറങ്ങിപ്പോകുന്ന കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സെഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. കാരണം അവർ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് പാർലമെന്റിൽ ഈ ചർച്ച അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയും വിശദീകരണവും വച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് പറയേണ്ടത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അമിത്ഷായും അതുപോലുള്ള ഭരണകക്ഷി അംഗങ്ങളും സംസാരിക്കുമ്പോൾ ബഹളം വയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങിപ്പോകാതെ ബഹളം വയ്ക്കുന്നതും അതായത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സംഭവങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും ഈ 9 ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി, മണ്ണിനകത്ത് കയറി തകർക്കുകയും ചെയ്തു. വിമാനത്താവളങ്ങൾ പലതും തകർത്തു. അണുവായുധ ശേഖരം സംരക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങളുടെ ചുറ്റുപാടും തകർത്തു. അണുവായുധവും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിനടുത്തുള്ള വിമാനത്താവളം തകർത്തു. അങ്ങനെ കൃത്യമായിട്ട് ടാർജറ്റോടുകൂടി ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അതിനെ ശ്ലാഘിക്കാൻ പോയ അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ച ശശി തരൂരിനെ പോലുള്ള വിവരമുള്ളവരെ പോലും തള്ളിപ്പറയുന്ന ഒരു കോൺഗ്രസ് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്, പരാജയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇപ്പോൾ അമിത്ഷാ കൃത്യമായ മറുപടികൾ പറയുന്നുണ്ട്. ആ മറുപടികൾ ഇനി പാർലമെന്റ് അമിത്ഷാ സംസാരിച്ചതിന് ശേഷം മോദി സംസാരിക്കും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും മറ്റുമൊക്കെ. അപ്പോൾ ഇതല്ല മോദി പറയാൻ പോകുന്നത്. മോദി കൃത്യമായിട്ടുള്ള കൊടുക്കേണ്ടിടത്ത് കൊടുത്ത് കുത്തേണ്ടിടത്ത് കുത്തി കൃത്യമായിട്ടും പഴയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള പറയാൻ സാധ്യതയുണ്ട്.